അല്ല ആരുടെ ഈ ഹൈക്കമാൻഡ്? ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്രയും. ആണോ? എനിക്കറിയത്തില്ല കേട്ടോ. നീ ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ വിഷയം അതല്ല. ഈ സംഭവം ഫേക്കല്ലേ? ഈ ഫോട്ടോ ഫേക്ക് ആണെന്നല്ല, ഈ പട്ടിക ഏതാ MLA-മാരുടെ പിന്തുണ അറിയിക്കുന്നതിൻ്റെ ലിസ്റ്റല്ലേ ഇത്? ഈ ലിസ്റ്റ് ഫേക്ക് അല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് ലിസ്റ്റ് ഫേക്ക് ആണെന്ന് പറയാനായിട്ട് ഒരു കാരണമുണ്ട്. അതിന് പക്ഷേ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് അടിച്ച് പോയിട്ട് പിന്നെ അതല്ല ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഈ പട്ടിക പുറത്തായെന്ന് പറഞ്ഞത്, അതായത് ഇങ്ങനെ തിരിച്ചു വെച്ചോണ്ട് വരിക എല്ലാവരും കാണത്തക്ക രീതിയിൽ ഇങ്ങനെ. അതായത് നമ്മളൊക്കെ പണ്ടേ ഈ മോതിരം പുതിയതായിട്ട് മേടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് മോതിരം നമുക്ക് ഈ കൂട്ടുകാരെ കാണിക്കണം. എന്നാൽ ഇത് കണ്ടോ എൻ്റെ മോതിരം ഒന്ന് കാണിക്കാനും നമുക്കൊരു ചമ്മല്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്? ഈ മോതിരം കാണിക്കാൻ വേണ്ടിയിട്ട് പതുക്കെ നൈസായിട്ട് എന്തൊരു ചൊറിച്ചിൽ കണ്ടാ ഈ ചൊറിഞ്ഞിട്ട് കണ്ടാ വേല ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പോൾ ഈ മോതിരം ആൾക്കാർ കാണുകയും ചെയ്യണം, ഇതാണോ പുതിയ മോതിരമാണോടെ എന്ന് ചോദിക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് പോവുക. ഇത് മനഃപൂർവ്വം കാണിച്ചാന്ന് പറയാനൊരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ KC വേണുഗോപാൽ സാർ, ഇദ്ദേഹം എങ്ങനെ മുഖ്യമന്ത്രിയാവും? അദ്ദേഹം MP ആണല്ലോ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MLA-മാർ എനിക്ക് തോന്നുന്നില്ല KC വേണുഗോപാൽ ജീനെ ഇതുപോലെ പിന്തുണയ്ക്കുമെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹം ആദ്യം MP സ്ഥാനം രാജിവെക്കണം. ശരിയാണോ? അപ്പോൾ അദ്ദേഹം MP സ്ഥാനം രാജിവെച്ചു. MP സ്ഥാനം രാജിവെച്ചതിന് ശേഷം ഒരു 6 മാസത്തിനകം എവിടെയെങ്കിലും നിന്ന് MLA ആകണം, നിയമസഭാ അംഗമാകണം 6 മാസത്തിനകം. അപ്പോൾ അത് എവിടെ മത്സരിക്കും? എവിടെയെങ്കിലും ഒരു ഒഴിവ് വരണമല്ലോ. ഒഴിവ് വരണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു MLA രാജിവെക്കണം. രാജിവെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ അവിടെ KC വേണുഗോപാൽ സാറ് മത്സരിക്കുക, അവിടെ നിന്ന് വിജയിക്കുക. ഇതെല്ലാം 6 മാസത്തിനകം നടക്കണമേ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു MLA രാജിവെക്കണമല്ലോ. ഇപ്പോൾ ഓൾറെഡി MLA-മാരായിട്ടിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും രാജിവെക്കാനായിട്ട് എന്നാ പറയുന്നത്, സുമനസാലെ ഞാൻ രാജിവെച്ചാളോ എന്ന് പറയാൻ സാധ്യതയുണ്ടോ? എല്ലാവർക്കും അധികാരമോഹങ്ങളും മറ്റും ഉണ്ടല്ലോ, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നിലവിൽ MLA-മാരായിട്ടിരിക്കുന്നവർക്ക് ഈ കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ അവരെങ്ങനെ KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യും? പ്രത്യേകിച്ച് അക്കരെ നിക്കരയിലോട്ട് ചാടിയ ആൾക്കാരെ. പിന്നെ എന്തുകൊണ്ടാണ് ആ പട്ടികയിൽ KC എന്ന് പറഞ്ഞ് കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ കൂലങ്കഷമായിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നുന്നത് ഹൈക്കമാൻഡിലുള്ള ആൾക്കാരുടെ പിന്തുണ കൂടുതലും KC സാറിനായിരിക്കാം. ഏത് KC സാറിനാണല്ലോ കൂടുതൽ നമ്മൾ ഈ ഡൽഹി വെച്ചൊക്കെ കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവർക്ക് താല്പര്യം KC-നെ ആയിരിക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിലെ MLA-മാർക്കും കൂടുതലും KC-നെയാണ് താല്പര്യം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറഞ്ഞതായിരിക്കത്തില്ലായിരിക്കാം ചിലപ്പോൾ എഴുതി വെച്ചിരിക്കും. ഇതെല്ലാം എൻ്റെ ഊഹമാണ്. അതായത് ഈ MLA-മാർ ചിലപ്പോൾ വേറെ വല്ല ആയിരിക്കും രഹസ്യമായിട്ട് പറയുന്നതാണല്ലോ ഇത് എഴുതിയെടുക്കുന്നത്. രഹസ്യമായിട്ട് പറഞ്ഞത് വേറെ ആരുടെങ്കിലും പേരായിരിക്കാം ഇവർ നിർദ്ദേശിച്ചത്. അപ്പോൾ ഹൈക്കമാൻഡിലുള്ളവർക്ക് ഈ KC-നെ ആയിരിക്കും താല്പര്യം. അപ്പോൾ പിന്നെ അവർ KC എന്ന് ആര് പറഞ്ഞാലും അതിൻ്റെ പുറത്ത് KC നമ്മൾ ഈ കുറിയൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരാളുടെ പേര് തന്നെ എല്ലാത്തിനകത്ത് എഴുതി വെക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെ ഇവർ വേറൊരാൾ വന്നിട്ട് VD എന്ന് പറഞ്ഞു ഇത് KC-നെ എഴുതി വെച്ചു. അടുത്ത ആൾ വന്നിട്ട് അത് രമേശ് ചെന്നിത്തല RC എന്ന് പറഞ്ഞാൽ KC-ന് അവിടെയും KC-നെ എഴുതി വെച്ച്. എന്നിട്ട് പിന്നെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ MLA-മാരെല്ലാം എന്തേ സപ്പോർട്ട് ചെയ്യുന്നത് KC-നെയാണേ. കണ്ടോ നാട്ടിലെ MLA-മാരും സപ്പോർട്ട് ചെയ്യുന്ന KC-നെയാണ്. അപ്പം നമുക്ക് KC-നെ നമുക്ക് മുഖ്യമന്ത്രി ആക്കിയാലോ? ഈ ഒരു പരിപാടിയാണോ ഇതിനിടയ്ക്ക് നടക്കുന്നതെന്ന് എൻ്റെ ഒരു സംശയം. പിന്നെ ഒരു കാരണവശാലും ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് VD സാറിനെ തള്ളിപ്പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചെയ്തു തന്നെ ഈ ഭൂമി പരന്നതാണ് എന്ന് പരക്കെ വിശ്വസിച്ചിരുന്ന കാലത്ത് പോലും ഇത് സൂര്യന് ചുറ്റും ഒരു ഓർബിറ്റിൽ സഞ്ചരിക്കുന്ന ഗോളമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. സയൻസ് ഒക്കെ പിന്നീടാണ് അത് പ്രൂവ് ചെയ്തത്. കണ്ടോ? അപ്പോൾ ഒരു കാരണവശാലും ലീഗിന്റെ MLA-മാർ VD സാറിനെ തള്ളിക്കളയാൻ സാധ്യതയില്ല. പിന്നെ ബാക്കിയുള്ള MLA-മാർ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതൊക്കെ മനഃപൂർവ്വം, പിന്നെ ഒരു പേപ്പർ മറച്ചു പിടിച്ചുകൊണ്ട് പോകാൻ അറിയത്തില്ലേ, ഒരു ഫയലിനകത്താക്കി കൊണ്ടുപോകാൻ അറിയത്തില്ലേ, ഇതൊക്കെ മനഃപൂർവ്വമുള്ള ഓരോരോ പരിപാടികളാണെന്നാണ് എനിക്ക്. ഇതൊക്കെ എൻ്റെ തോന്നലുകൾ മാത്രമാണ് കേട്ടോ. പിന്നെ ഞാനൊരു നഗ്ന സത്യം തുറന്നു പറയാം. നിങ്ങൾ ഇത് ആരോടും പറയത്തില്ല എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് പറയുന്നത്. ആരോടും പറയല്ലേ. അതായത് എനിക്ക് ഈ തോന്നിയ സംശയമുണ്ടല്ലോ, ഇത് എനിക്കായിട്ട് തോന്നിയതല്ല. അതായത് ഞാനൊരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് സംഗതി ഇങ്ങനെയും വരാലോ എന്നൊരു തോന്നലുണ്ടായത്. ആ പോസ്റ്റ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇത് ഇംഗ്ലീഷിലാണ്, ഞാനത് മലയാളീകരിച്ച് പറഞ്ഞുതരാം. ആങ്കൂർ സിംഗ് എന്ന് പറഞ്ഞ ഒരു പുള്ളിയാണ്, പുള്ളി X-ലാണ് കുറിച്ചത്. അപ്പോൾ അത് മലയാളീകരിച്ച് ഞാൻ വായിക്കാം, ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ. ഇതൊരു തെറ്റല്ല, മറിച്ച് മുകുൾ വാസ്നിക്ക് മനഃപൂർവ്വം ചോർത്തിയതാണ്. KC വേണുഗോപാൽ കേരള മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ കേരള പൊതുജനങ്ങളും മിക്ക കോൺഗ്രസ് MLA-മാരും VD സതീശനെ ആഗ്രഹിക്കുന്നു. അതായത് VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്നാണ് കേരള പൊതുസമൂഹങ്ങളും മിക്ക കോൺഗ്രസ് MLA-മാരും ആഗ്രഹിക്കുന്നതെന്ന്. അങ്ങനെ വാസ്നിക് ഒരു പട്ടിക തയ്യാറാക്കി. KC വേണുഗോപാൽ വിശ്വസ്തരായ MLA-മാരെ 1ാം സ്ഥാനത്ത് നിർത്തി മീഡിയയിൽ മുൻഗണന പ്രസിദ്ധീകരിച്ചു. ഇനി ബാക്കിയുള്ള MLA-മാർക്ക് KC വേണുഗോപാലിനോട് എല്ലാവർക്കും വ്യക്തമായ പിന്തുണയുണ്ടെന്ന് തോന്നണം.
അവർ KCയുടെ നല്ല അക്കൗണ്ടിലേക്ക് വരാൻ മുൻഗണന മാറ്റും. എല്ലാം മാങ്ങായി മനസ്സിലായോ? എനിക്കും മനസ്സിലായിട്ടില്ല. അത് ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ കുഴപ്പമാണ്. അതായത് ബാക്കിയുള്ള MLA-മാരും KC വേണുഗോപാലിനെ തന്നെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് നാട്ടുകാരെ കാണിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് ഇദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്കും തോന്നിയത്, സംഗതി ചിലപ്പോൾ ശരിയാകാൻ സാധ്യതയുണ്ടല്ലോ എന്ന്. അതായത് ഞാൻ പറഞ്ഞ ഒരു നഗ്ന സത്യം, ഇത് എനിക്കായിട്ട് തോന്നിയതല്ല. ഈ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംശയമാണ്. അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ.